സഞ്ചരിക്കുന്നത്. പ്രിയദർശിനി വണ്ടി ഓടിത്തുടങ്ങുകയാണ്. മുഖ്യമന്ത്രി ഒപ്പം തന്നെ ഗതാഗത മന്ത്രിയും ഒക്കെ ആ വാഹനത്തിലുണ്ട്. അങ്ങനെ ആദ്യ ബസ് ഓടിത്തുടങ്ങുന്നു. വളരെ ചരിത്ര നിമിഷം എന്ന് തന്നെ നമുക്ക് പറയാം. ആ ചരിത്രത്തിലേക്കാണ് ഈ KSRTC ബസ് നീങ്ങിത്തുടങ്ങുന്നത്. ഇനി മുതൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാവുകയാണ്. ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ ഒരു നിത്യ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. അത് വലിയ മാറ്റങ്ങൾ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പുതിയ ചുവടുവയ്പ് എന്ന നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അതൊരു സേവിങ്സ് ആയി മാറും എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതിനോട് ഉണ്ടാകുന്ന എതിർപ്പുകൾ, പ്രൈവറ്റ് ബസ് മേഖലയിൽ നിന്നുയരുന്ന അവരുടെ ആശങ്കകൾ, ഇതൊക്കെയും സർക്കാർ കാണുന്നുണ്ട്. അതിൽ ഇടപെടലുകൾ ഉണ്ടാകും, അതിന് പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകൾ കൂടി മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി. എന്തായാലും പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ആദ്യ ബസ് ഓടിത്തുടങ്ങുകയാണ്. തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ് ആ ബസ് നീങ്ങുക. സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി അതിൽ സഞ്ചരിക്കുക. ബസ് നീങ്ങിത്തുടങ്ങുന്നു. ചരിത്രത്തിലേക്കുള്ള യാത്രയാണ് ഇത്. ഇനി മുതൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജൂൺ 15 ഇത് നടപ്പാക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം അതുപോലെ തന്നെ നടപ്പാവുകയാണ്. ജൂൺ 15 തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സർക്കാർ അധികാരമേറ്റ് 28ാമത്തെ ദിവസം ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് നടപ്പിലാകുന്നു. ആ ചരിത്ര നിമിഷം നമ്മൾ കാണുകയാണ്. പ്രിയദർശിനി ഓടിത്തുടങ്ങിയിരിക്കുന്നു. തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി അതിൻ്റെ ഭാഗമാവുകയാണ്. ചരിത്രത്തിലേക്കാണ് ഈ ബസ് ഓടിത്തുടങ്ങുന്നത്. ഇനി മുതൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഓർഡിനറി ബസ്സുകളിൽ യാത്ര സൗജന്യമാണ്. 0 ടിക്കറ്റ് എടുത്ത് പോകേണ്ടുന്ന സ്ഥലം രേഖപ്പെടുത്തി 0 ടിക്കറ്റ് എടുത്ത് അവർക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൂർത്തിയാക്കി ഇപ്പോൾ മുഖ്യമന്ത്രി ആദ്യ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അതിന് സാരഥ്യം വഹിക്കുന്നത് PSCയിലൂടെ ആദ്യം വനിതാ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ച ഷീലയാണ് അതിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത്. വാഹനം അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന് ഗതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള അത്രയും വലിയ ഒരു പദ്ധതി നടപ്പിലാകുന്ന ദിവസമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ അവർക്ക് സൗജന്യ യാത്ര സാധ്യമാകുന്നു എന്നതാണ്. KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ ഇനി മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും 0 ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ കഴിയും. നമുക്കറിയാം, നിന്നൊക്കെ നഗരത്തിലെത്തി പല വിധത്തിലുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മാസവരുമാനത്തിൽ ഒരു നല്ല ഭാഗം അവർക്ക് സേവ് ചെയ്യാനാകുന്നു എന്നത് വലിയ ഒരു നേട്ടമായി തന്നെ നമുക്ക് കാണാം. അതിൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്ക് എത്തുന്നവരുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്, വീട്ടിലെ സഹായ പണികൾക്കായി എത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള ആ രീതിയിലുള്ള ജോലിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. അവർക്ക് ഒരു നിശ്ചിത തുക, അവരുടെ യാത്രയ്ക്ക് ചിലവാകുന്ന തുക സേവ് ചെയ്യാൻ കഴിയും. പരിധികളില്ലാതെ ഇനി KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാകുന്നു എന്നതാണ്. തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് പ്രിയദർശിനിയുടെ ആദ്യ സൗജന്യ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആ വാഹനം അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അവിടെ മുഖ്യമന്ത്രി യാത്ര അവസാനിപ്പിക്കും. അതിനുശേഷവും ആ വാഹനം യാത്ര തുടരും. അങ്ങനെ സംസ്ഥാനത്ത് 3125 ഓർഡിനറി ബസ്സുകളിലാണ് ഇനി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ ലഭ്യമായി തുടങ്ങുന്നത്. 3125 ബസ്സുകളിൽ സൗജന്യ യാത്ര ഈ പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് മുതൽ നടപ്പിലായി തുടരുകയാണ്. ഇപ്പോൾ ഡാൻ കുര്യൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ആദ്യ പ്രിയദർശിനി ബസ് അങ്ങനെ ചരിത്രത്തിലേക്ക് ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ അതിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി മറ്റു ബസ്സുകളിൽ ഈ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ യാത്രകൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഒരുക്കങ്ങൾ എല്ലാം നേരത്തെ തന്നെ പൂർണ്ണമായിരുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? 110 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ചിത്ര തിരുനാൾ പൊതുഗതാഗത സംവിധാനത്തിന് തുടക്കം കുറിച്ച തമ്പാനൂരിലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ നിന്നാണ്
ചരിത്രപരമായ തീരുമാനം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യ ടിക്കറ്റുകൾ 2 പേർക്ക് അദ്ദേഹം നേരിട്ട് വിതരണം ചെയ്തത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്രയ്ക്കായി വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നത്. വാഹനം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വൻ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വാഹനമെത്തും. ആകെ 5700 KSRTC ബസ്സുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 3125 ബസ്സുകളിൽ ഓർഡിനറി ബസ്സുകളിൽ സംസ്ഥാന വ്യാപകമായി സ്ത്രീകൾക്ക് ഈ സമയം മുതൽ സൗജന്യ യാത്ര അനുവദിക്കും. 15 കിലോ ലഗേജും സൗജന്യമായി ഒപ്പം കൊണ്ടുപോകാം. മറ്റ് ഒരു പണവും അധികമായി ഇതിന് നൽകേണ്ടി വരില്ല. 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഒപ്പം ഉണ്ടാകുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇവർക്കൊപ്പമുള്ള കുട്ടികളിൽ നിന്ന് ഈടാക്കുക എന്ന കൂടി ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാവുന്ന പോലെ 800 കോടി രൂപ ഒരു വർഷം KSRTCക്ക് അധികമായി ബാധ്യതയായി മാറുന്ന ഒരു പദ്ധതിയാണിത്. പക്ഷേ ആ ചെലവ് മുഴുവൻ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന ഉറപ്പ് കൂടിയാണ് അല്പസമയം മുമ്പ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. KSRTC ഒരിക്കലും നഷ്ടത്തിലേക്കോ ബാധ്യതയിലേക്കോ തള്ളിവിടുകയെന്നൊരു ലക്ഷ്യം സർക്കാരിനില്ല. അധികമായി വരുന്ന ചെലവിന്റെ പണം KSRTCക്ക് സർക്കാർ തന്നെ കൈമാറുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ ഉയരുന്നുണ്ടായിരുന്നു. ആ ആശങ്കകൾ മുമ്പോട്ട് വെച്ചത് നമുക്കറിയാവുന്നതുപോലെ സ്വകാര്യ ബസ് ഉടമകളാണ്. പക്ഷേ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. സ്വകാര്യ ബസ് ഉടമകളെയും പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമാക്കും. അതിൽ ഒരു ആശങ്കയും വേണ്ട. അത്തരത്തിൽ അവർക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത്. എന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ഓർഡിനറി ബസ് സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിൽ എത്തിച്ചേരും. തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട ബസ് സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്ക് എത്തുമെന്നതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വി അരുണിനെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ വലിയ സ്വീകരണം പ്രിയദർശിനിക്ക് നൽകാനുള്ള ഒരുക്കങ്ങൾ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി ഈ ആദ്യ ബസ്സിലെ യാത്ര അവസാനിപ്പിക്കുക. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും സെക്രട്ടേറിയറ്റിന് സമീപം ഇറങ്ങുമെന്ന് കരുതുന്നു. വി അരുൺ അവിടെ നിന്ന് ചേരുന്നു. അരുൺ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.